നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധി നടത്തിയ വിദേശ യാത്രയുടെ ചിത്രം വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ബോട്ടിൽ യാത്ര ചെയ്യുന്ന രാഹുൽ ഗാന്ധിക്കൊപ്പമുള്ള സ്ത്രീയും കുട്ടിയുമാണ് ചർച്ചാ വിഷയം. കൂടാതെ ഒരു വീഡിയോയിൽ ഈ കുട്ടിയും രാഹുൽ ഗാന്ധിയും ഒരു സ്വകാര്യ നിമിഷം പങ്കുവെക്കുന്നതും പുറത്തു വന്നിട്ടുണ്ട്. ഇതോടെ ജൂൺ 22 മുതൽ ജൂലൈ 13 വരെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എവിടെയായിരുന്നു? രാഹുൽ ഗാന്ധി ഏത് രാജ്യത്ത് പോയി? ആരെയാണ് കണ്ടത്? എന്തിനായിരുന്നു യാത്ര? പ്രതിപക്ഷ നേതാവായ ഒരാൾ എന്തിനാണ് ഇത്തരം അജ്ഞാത യാത്രകൾ നടത്തുന്നത്? യൂറോപ്പ് സന്ദർശനം എന്ന് മാത്രം പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ യാത്ര അവസാനിപ്പിക്കാനാകുമോ എന്ന ചോദ്യങ്ങൾ വീണ്ടും ഉയരുകയാണ്. ഈ സ്ത്രീയെ മുൻപും പല വിദേശയാത്രകളിലും രാഹുൽ ഗാന്ധിക്കൊപ്പം കണ്ടിട്ടുണ്ടെന്നും എന്തുകൊണ്ട് ഇതിന് പിന്നിലെ സത്യം പുറത്തുവിടുന്നില്ലെന്നുമാണ് ചോദ്യം. മുമ്പ് രാഹുൽ ഗാന്ധിക്ക് 2 വിദേശ സ്ത്രീകളിൽ മക്കളുണ്ടെന്ന് ബ്ലിറ്റ്സ് എന്ന മാധ്യമം വാർത്ത പുറത്തുവിട്ടിട്ടും കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല. അന്നും വാർത്തയോട് കോൺഗ്രസ് നേതൃത്വം മൗനം പുലർത്തുന്നത് ഭയം കൊണ്ടാണെന്ന വിമർശനം ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് അന്വേഷണം വന്നാൽ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി അതോടെ അവസാനിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ നിശബ്ദത. രാഹുലിന്റെ വിദേശ ജീവിതത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ആഭ്യന്തര വകുപ്പിന്റെ കൈവശം ഉണ്ട് എന്നത് കോൺഗ്രസുകാർക്ക് അറിയാം. കൂടുതൽ പ്രതികരിച്ചാൽ അത് തിരിച്ചടിയുണ്ടാക്കുമെന്ന ബോധ്യം കോൺഗ്രസിനുണ്ടെന്നും പറഞ്ഞിരുന്നു. അന്ന് ലേഖനം ആരോപിച്ചിരുന്നത് കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയ തലവന്റെ മകൾ വെറോണിക്ക കാട്ടല്ലിയുമായി രാഹുൽ ഗാന്ധിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും അവർ 2 മക്കളുടെ മാതാവാണെന്നുമായിരുന്നു. വിവിധ പ്രമുഖ വ്യക്തികളുമായുള്ള രാഹുലിന്റെ ബന്ധങ്ങളും അവിടെയുള്ള ദുരൂഹതകളും ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ബ്ലിറ്റ്സ് ലേഖനത്തിൽ രാഹുൽ ഗാന്ധി വിംസി എന്ന നാമം ഉപയോഗിക്കുന്നതായും വെറോണിക്ക കാട്ടല്ലി എന്ന യുവതിയിൽ നിന്ന് 19 വയസ്സുള്ള ന്യാക് വിഞ്ചി, 15 വയസ്സുള്ള മിനിക് വിഞ്ചി എന്നിങ്ങനെ 2 മക്കളുണ്ടെന്നും പറഞ്ഞിരുന്നു. ഇവരുടെ വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും കുട്ടികൾ വിംസി എന്ന നാമം ഉപയോഗിക്കുന്നുണ്ടെന്നും മാഗസിൻ കണ്ടെത്തിയിരുന്നു. കൂടാതെ 2004 മുതൽ രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് നടത്തിയുള്ള 54 യാത്രകളിൽ 6 യാത്രകൾ ദുരൂഹമാണെന്നും ഈ യാത്രകൾ എന്തിനെവിടേക്ക് എന്ന CRPFന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഗാന്ധി കുടുംബം ഒഴിഞ്ഞുമാറുകയാണെന്നും ആരോപണമുണ്ടായിരുന്നു. വിവരാവകാശ രേഖപ്രകാരം ഈ 6 യാത്രകളെക്കുറിച്ച് വിശദീകരണം തേടിയിട്ടും ഗാന്ധി കുടുംബമോ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയോ മറുപടി നൽകിയിട്ടില്ല. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തിയ വരുമാനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ യാത്രകൾ കോടികൾ ചെലവഴിച്ചുള്ള ധൂർത്തായിരുന്നുവെന്നും ആരോപണമുണ്ട്. ബീഹാർ അടക്കം പല പ്രധാന തെരഞ്ഞെടുപ്പുകൾക്കിടയിലും രാഹുൽ ഗാന്ധി വിദേശയാത്ര തെരഞ്ഞെടുപ്പ് പ്രചാരണം പോലും വേണ്ട എന്ന് വെച്ച് നടത്തിയിരുന്നു. അന്നും പോകുന്നത് ഭാര്യയെ കാണാനാണോ അതോ ടൂൾ കിറ്റിനോ എന്ന ചോദ്യവും ഉയർന്നിരുന്നു. പക്ഷേ രാഹുലും കോൺഗ്രസും മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. ഈ അടുത്ത് തന്നെയാണ് പ്രധാനമന്ത്രി മോദി നയതന്ത്ര നേട്ടങ്ങളുമായി വിദേശയാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്ത് ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്ന് ആരോപിച്ച് BJP ദേശീയ വക്താവ് സാംബിത് പത്ര ന്യൂഡൽഹിയിലെ BJP ആസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചത്. പ്രധാനമന്ത്രി മോദിയുടെ സമീപകാല വിദേശ പര്യടനങ്ങളെക്കുറിച്ച് BJP ജൂലൈ 12, 2026 ഒരു റിപ്പോർട്ട് കാർഡ് അവതരിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി രാജ്യത്തിന് വിജയം ഉറപ്പാക്കിയ ശേഷമാണ് മടങ്ങിയതെന്ന് പറഞ്ഞു. അതേസമയം വിദേശത്തുള്ള കോൺഗ്രസ് നേതാവ് അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ ഗൂഢാലോചന നടത്തുകയായിരിക്കണം എന്നും പറഞ്ഞിരുന്നു. പുറത്തുവന്ന വീഡിയോയും ഫോട്ടോയും പങ്കുവെച്ച് നിരവധി പേർ ഈ കുട്ടിയും സ്ത്രീയും ആരാണ് എന്ന ചോദ്യം മല്ലികാർജുൻ ഖാർഗെയും കോൺഗ്രസിനെയും സോണിയാഗാന്ധിയും ടാഗ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തുന്നുണ്ട്. എന്നിട്ടും ഒരു പ്രതികരണവും ആരിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.